മന്തി കഴിച്ച് പോയിട്ട് പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ലല്ലോ. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി മന്തി എല്ലാം കഴിച്ചിട്ട് നമ്മൾ വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഇത്താത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ അവിടെ ചാരുകസര കിടക്കുന്നു. പിന്നെ ഞങ്ങൾ 3 പേര് അതിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് തല്ലുകൂടായിരുന്നു. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ദിനീഷിൽ അവിടെ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. കസേര കണ്ടപ്പോൾ ദിനീഷിൽ ഇതെന്താ സംഭവം എന്നാണ് കേട്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന. പുള്ളിക്കാരി ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ട് വലിയപ്പൊക്കെ ഇങ്ങനത്തെ കസേര ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് കഴിഞ്ഞ് വൈകിട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഷുഗർ ക്രേവിംഗ്. അങ്ങനെ ഞാനും ഫസ്റ്റും കൂടി നേരെ പോയത് ഹയ കഫേലായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് യൂഷ്വലി നമ്മൾ ഓർഡർ ചെയ്യാറുള്ളത് ബർഗേഴ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ഷുഗർ ക്രേവിംഗ്സ് ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ബർഗേഴ്സ് ഒന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ തന്നെ പേസ്ട്രീസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ചോക്ലേറ്റ് ട്രഫിൾ പേസ്ട്രിയും അതുപോലെ തന്നെ ബദാം ഹോട്ട് മിൽക്കും ആയിരുന്നു. ഫസ്റ്റ് ആണെങ്കിൽ വന്നപ്പോൾ തന്നെ എന്നോട് ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്നുണ്ടോ. പിന്നെ പൊതുവേ മടി കൂടപ്പുറപ്പായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്തത് ആ കേക്കെല്ലാം വന്നു. ഫസ്റ്റ് 2-3 ബൈറ്റ് നല്ല സൂപ്പറായിട്ട് നമ്മൾ കഴിച്ചു. പിന്നെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ 2 പേരും മധുരധികം കഴിക്കാത്തതായതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് മതിയായിട്ട് ഷുഗർ ക്രേവിംഗ്സ് എല്ലാം കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത അടുത്ത സാധനം വന്നേട്ടോ. ഇതെങ്ങനെ കുടിച്ചു തീർക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഫർസൂന് നാം മതിയായിട്ട് ഇരുന്ന് കാണിക്കുന്ന പരിപാടികളാണ് ഈ കാണുന്നത്. കാരണം നമുക്ക് അത്രയ്ക്ക് തലയ്ക്ക് മത്ത് പിടിച്ചു പോയി. 1.5 പെടലായിരുന്നു ഗൈസ് ഞങ്ങൾ ഇന്ന് പെട്ടത്. ശരിക്കും പെട്ടുപോയിട്ടോ. ഇനി ഷുഗർ ക്രേവിംഗ്സ് എന്ന് പറഞ്ഞ് ഇമാതിരി പണിക്ക് ഞങ്ങൾ പോയില്ല എന്ന് അപ്പം തന്നെ ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. ബൈ.